മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയിൽ അംഗമായ ഇന്ത്യൻ വംശജ അനിത ആനന്ദിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് വേദി. ആദ്യം ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. I, Indira Anita Anand, do solemnly and sincerely promise and swear that I will truly and faithfully and to the best of my skill and knowledge execute the powers and trusts reposed in me as Minister of Foreign Affairs. തത്സമയം നിതിൻ തോമസ് ചേരുന്നു നമുക്കൊപ്പം. നിതിൻ, ഗുഡ് മോർണിംഗ്. ഇന്ത്യക്കാർ എവിടെയെങ്കിലും എത്തിയെന്ന് കേട്ടാൽ തന്നെ നമുക്ക് വല്ലാത്തൊരു പുളകം തോന്നാറുണ്ട്. ഇക്കാര്യത്തിൽ കുറച്ച് കൂടുതൽ തോന്നുന്നുണ്ട്. ഇന്ത്യൻ സംസ്കാരത്തെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ്, അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഇന്ത്യക്കാർക്കും സന്തോഷം തരുന്നതല്ലേ? തീർച്ചയായിട്ടും മോദി, ഗുഡ് മോർണിംഗ്. നമുക്ക് വളരെയേറെ സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണിത്. നമ്മളിതിനു മുമ്പും പല ഇന്ത്യൻ വംശജരും പല രാജ്യങ്ങളിലെയും മന്ത്രിമാരായിട്ടും പ്രധാനമന്ത്രിമാരായിട്ടും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഈ അനിത ആനന്ദും കാനഡ മന്ത്രിസഭയിലൊരു പുതിയ മുഖമല്ല. അതായത് കഴിഞ്ഞ മന്ത്രിസഭയിലും അംഗമായിരുന്ന ഒരാളാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലും ഇതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്ന സമയത്ത് ഈ അനിത എന്ന് പറയുന്ന ഇദ്ദേഹം ഈ ഭഗവത്ഗീത കയ്യിലേന്തി തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിലൊരു കാര്യം, അതായത് ഇവരൊരു ഇന്ത്യൻ വംശജയാണ്, പക്ഷേ കാനഡയിൽ ജനിച്ചു വളർന്നതാണ്. കാനഡയിലാണ് ജനിച്ചതും വളർന്നതുമെല്ലാം. ഇന്ത്യൻ മാതാപിതാക്കളാണ്. മാതാവ് പഞ്ചാബിൽ നിന്നും പിതാവ് തമിഴ്നാട്ടിൽ നിന്നുമുള്ള ആളുകളാണ്. പക്ഷേ ഈ കാനഡയിൽ ജനിച്ചു വളർന്ന അനിത ആ ഒരു ഇന്ത്യയുടെ പൈതൃകങ്ങളിൽ ഒന്നായ, അല്ലെങ്കിൽ ഇന്ത്യയിലെ വേദങ്ങളിൽ ഒന്നായ ഭഗവത്ഗീത കയ്യിലേന്തി ഈ ഇത്തരത്തിലൊരു സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സന്തോഷം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ്.